ഹായ് ഓൾ, ആദിൽ ഹിയർ. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് HTML ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്രാവശ്യം എന്ത് പറയാം, ഈ ഒരു എപ്പിസോഡിൽ പുതിയൊരു ടാഗ് കൂടി പരിചയപ്പെടാം. എന്താണ്? ഒരു ഫോം ടാഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഫോം ടാഗ് എന്താണെന്നറിയോ? നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് HTML പല വെബ് പേജസിലും നമുക്ക് ഫോമുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഒരു ഫോം? ജസ്റ്റ് നമ്മളൊരു ലോഗിൻ പേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഫോം ഉണ്ടാവും. എന്താണ്? ഇൻപുട്ട് ഫീൽഡ്സും ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഫോംസുകൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അതുപോലെ ഈ ഫോം എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഫോം ടാഗ് എന്താണ്, അല്ലെങ്കിൽ ഈ ഫോം എങ്ങനെയാണ്, ഫോം ടാഗ് കൊണ്ടുള്ള യൂസേജ് എന്താണ്, അതുപോലെ അതിൽ എന്തെല്ലാം ടാഗ്സുകൾ വേറെ വരുന്നുണ്ട്, നമുക്ക് എങ്ങനെയെല്ലാം പല ഇൻപുട്ട് ഫീൽഡ്സ് നമ്മൾ എങ്ങനെയെല്ലാം ക്രിയേറ്റ് ചെയ്യാം, പാസ്വേഡിന്റെ ഇൻപുട്ട് ഫീൽഡ്, ടെക്സ്റ്റ്, നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇൻപുട്ട് ഫീൽഡ്സുകൾ ഉണ്ട് എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ള വെച്ചാൽ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ്, ഒരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ HTML5 എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ആയിട്ട് ഒരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് എന്താണ് ഫോം ടാഗ്. ഫോം ടാഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് എന്താണ്? ഒരു ഫോം ടാഗ് ആണ്. ഈ ഫോം ടാഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇത് ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട് ആണ് ആക്ഷൻ എന്നുള്ളത്. നമുക്ക് കൊടുക്കണം നിർബന്ധമില്ല, നമുക്ക് പറയാം ആവശ്യമുണ്ട്, ഇത് നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫോം ടാഗ് ഓപ്പൺ ചെയ്യാം. അതിന്റെ ആക്ഷന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം, ഫോം ആക്ഷൻ എന്ന് പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കൊരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഈ ടാഗിനുള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇനിയുള്ള നമുക്ക് എന്തെല്ലാം ഇൻപുട്ട് ഫീൽഡ്സുകൾ വേണോ, എന്തെല്ലാം ബട്ടൺസുകൾ വേണോ, അത്തരം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്തിലാണ്? ഈ ഫോമിനുള്ളിലാണ്. അതായത് ഒരു ഫോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ അത്തരം ഡീറ്റെയിൽസുകളെല്ലാം, എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ എന്തിൽ കൊടുക്കാം, അതിനുവേണ്ടി അത് കളക്ട് ചെയ്യാനുള്ള ഇൻപുട്ട് ഫീൽഡ്സുകളെല്ലാം നമുക്ക് എവിടെ കൊടുക്കാം? ഈ ഫോം ടാഗിനുള്ളിൽ കൊടുക്കാം. അപ്പൊ ഇൻപുട്ട് ഫീൽഡ്സുകൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു H1 ടാഗ് എടുക്കാം. H1 ടാഗിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഫോം എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കാം നമുക്ക്, അല്ലെ? കൊടുത്തൂടെ? ഫോം എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കാം. ഇനി അപ്പോ ഇതെന്താ സംഭവിച്ചതെന്ന് നോക്കാം. അല്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് എന്തുണ്ടാവും, ഒരു ഫോം എന്നുള്ളൊരു ഹെഡിങ് അവിടെ വന്നിട്ടുണ്ടാവും അല്ലെ? വേറെ ഒന്നും വന്നില്ലല്ലോ. ജസ്റ്റ് ഒരു ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ്, ഒരു H1 മാത്രം ഇവിടെ ഡിസ്പ്ലേ ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഫീൽഡ്സുകളും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫുൾ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻപുട്ട് ഫീൽഡ്സ് എടുക്കാം. അതിനാണ് ഒരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ഉണ്ട്. ഇൻപുട്ട് ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതില് ജസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഡീഫോൾട്ട് ആയിട്ട് വന്നത് കണ്ടോ? ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഇൻപുട്ട് ആണ്, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമ്മൾ അതിൽ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മേ ബി എന്തെങ്കിലും ടെക്സ്റ്റ്സ് ആവാം, അല്ലെങ്കിൽ മേ ബി നമ്പേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഫയൽസ് എന്തെങ്കിലും ആവാം, ഇമേജസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഫയൽസ് എന്തെങ്കിലും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡേറ്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല, ഇന്ന ഡേറ്റ് എന്നുള്ള രീതിയിൽ ഡേറ്റ്സ് കളക്ട് ചെയ്യുന്ന ഇൻപുട്ട് ഫീൽഡ്സ് ഉണ്ട്. അത്തരം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇൻപുട്ട് ടൈപ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ടൈപ്സ്, ഇപ്പൊ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഏറ്റവും സിംപ്ലി ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഫീൽഡ് ആണ് എന്ത്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, ഒന്നുമില്ല ഇതിൽ, എന്താണ് ജസ്റ്റ് പ്ലെയിൻ ഇൻപുട്ട് ഫീൽഡ് ആയിട്ട് വന്നാൽ കണ്ടോ. ഇത് നമുക്കൊരു ലേബൽ കൊടുത്തൂടെ? ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ലേബൽ കൊടുക്കാം. ലേബൽ മീൻസ് എന്തിനാണ്, ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് കാണണം, ടെക്സ്റ്റ് കൊടുക്കണം. എന്താണ് ടെക്സ്റ്റ് കൊടുക്കേണ്ടത്? നമുക്ക് ഫുൾ നെയിം അല്ല പറഞ്ഞത്, ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കൊടുക്കാം. ഫുൾ നെയിം കൊടുത്തു, കണ്ടോ? ഫോമിനുള്ളിൽ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് വന്നില്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന്
ഒരു BR ഇട്ട് കൊടുക്കാം അല്ലേ. എന്തായി? ഈ രണ്ട് എലമെന്റ്സ് ഒന്നിച്ച് വന്നില്ലേ? എങ്ങനെ വന്നു? ഒന്നിച്ചുണ്ടായിരുന്ന എലമെന്റ്സ് നമുക്ക് ലൈൻ ബ്രേക്ക് വിളിച്ചപ്പോൾ എന്ത് വന്നു? ഒന്നിച്ച് ഇതുപോലെ ഒരേ ലൈനിൽ ഉണ്ടായിരുന്ന രണ്ട് എലമെന്റ്സ് എന്ത് ചെയ്തു? ലൈൻ ബ്രേക്ക് വിളിച്ചപ്പോൾ BR ടാഗ് വിളിച്ചപ്പോൾ താഴോട്ട് വന്നു അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ജസ്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പൊ BR ടാഗ് കൊടുത്തു. എന്താ സംഭവിച്ചേ? അപ്പൊ ഈ രണ്ടെണ്ണം ഒന്നിച്ച് വന്നില്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഫുൾ നെയിം കൊടുത്തു അല്ലെ? ഫുൾ നെയിം കൊടുത്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നെയിം ആയിക്കോട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ യൂസർ നെയിം കൊടുക്കാം അല്ലെ? അല്ലേ വേണ്ട, പാസ്വേഡിന്റെ ഫീൽഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പാസ്വേഡിന്റെ ഫീൽഡ് യൂസർ നെയിം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? യൂസർ നെയിം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാം? ജസ്റ്റ് ഇൻപുട്ട് ഫീൽഡ് എടുക്കുക. ഇൻപുട്ട് ഫീൽഡ് എന്താ ടെക്സ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. അതിനുള്ള ലാബിൽ കൊടുക്കാം. ലാബില് എന്ന് പറഞ്ഞിട്ട് എന്താണ് യൂസർ നെയിം അല്ലേ നമുക്ക് ഹെഡ് കൊടുക്കണ്ടേ? യൂസർ നെയിം. ഓക്കെ, യൂസർ നെയിം കൊടുത്തു. ഇനി ഇവിടെ ഇതെന്തിനാ ഈ ഫോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ലേബലില്. അത് എന്തിനാണെന്നറിയോ? അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഫോർ, അതായത് ഈ ലേബലില്ലേ, ഈ ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഏത് ഇൻപുട്ട് ഫീൽഡിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് എലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഈ ഇൻപുട്ട് ഫീൽഡിന് ഞാൻ ജസ്റ്റ് ഒരു ID കൊടുത്തു, അല്ലെങ്കിൽ ID കൊടുത്തു. ID എന്താ കൊടുക്കണ്ടേ? ഫുൾ നെയിം അല്ല, F നെയിം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യണം? IDs ആയാലും നെയിംസ് ആയാലും ഏത് ഇതിനാണെന്നുള്ളത് ജസ്റ്റ് IDസും നെയിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. അപ്പൊ ആ രീതിയിൽ വേണം നെയിംസ് ആയാലും IDs ആയാലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ID അതെന്താ? നെയിം കൊടുക്കും. നെയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ലേബൽ 4 വിളിക്കുക. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ നെയിം എന്താണോ അത് വിളിക്കാം. ഈ എലമെന്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ലേബൽ കൊടുത്തത് അല്ലേ? അതായത് ഈ ഇൻപുട്ട് ഫീൽഡിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ലേബൽ കൊടുത്തത്. അത് നമുക്ക് കോഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേബൽ 4 എന്നുള്ളത് നമുക്ക് ഈ നെയിമിൽ കൊടുക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു എലമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ലേബൽ ക്രിയേറ്റ് ചെയ്തത് അല്ലേ? അപ്പോൾ ഈ എലമെന്റിന്റെ നെയിം എന്താണോ ആ നെയിം എടുത്തിട്ട് വേണം നമ്മൾ എവിടെ കൊടുക്കാൻ? ലേബലില് 4ൽ പറഞ്ഞിട്ട് കൊടുക്കാൻ. 4 എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിൽ വാല്യൂ ആക്കിയിട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഫുൾ നെയിം കൊടുത്തു. അതുപോലെ തന്നെ യൂസർ നെയിമിന് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു നെയിം കൂടി കൊടുക്കാം. നെയിം കൊടുത്തിട്ട് യൂസർ നെയിം പറഞ്ഞിട്ട് നെയിം കൊടുത്തു. അതെന്ത് ചെയ്യാം? യൂസർ നെയിം കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒന്നിച്ച് ഒരേ ലൈനിൽ വരികയാണ് അല്ലേ? അതിന് നമ്മൾ ഡിവ് എലമെന്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ലേ? എന്താണ് ഡിവ് എലമെന്റ്? ഡിവ് ഒരു ബ്ലോക്ക് എലമെന്റ് ആണ്. നമുക്ക് സെക്ഷൻ വൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ പോർഷൻസ് ആക്കണം. ഇതിനെ എന്ത് ചെയ്യാം? ഈ ഡിവ് ഒരു ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ആ ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ലൈൻ ബ്രേക്കോട് കൂടിയിട്ടായിരിക്കും എലമെന്റ് ഷോ ചെയ്യിക്കുന്നുണ്ടാവുക. അപ്പം ഈ ഡിവ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതൊരു ബ്ലോക്ക് എലമെന്റ് അതിനെ കൊണ്ട് എന്ത് ചെയ്യും? ഫുൾ വിഡ്ത്ത് എന്തെടുക്കും? ആ എലമെന്റിന്റെ, അതായത് എത്രയാണോ ഇൻലൈനും ബ്ലോക്കും എന്താണെന്നുള്ളത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻലൈൻ എന്ന് പറയുന്നത്? ആ എലമെന്റിന് ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എലമെന്റിന് ആക്ച്വലി അത് എത്ര സ്പേസ് എടുക്കുന്നുള്ളൂ. ആക്ച്വലി ഈ ഫുൾ നെയിം എന്ന് പറയുന്നത് ഏകദേശം ഇത്ര പോലെ സ്പേസ് അല്ലേ എടുക്കുന്നുള്ളൂ. എനിക്ക് ബാക്കി ഇത്രയും സ്പേസസ് എന്താണ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത എലമെന്റ്സ് വരാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഇവിടെ സ്പേസ് ഉണ്ട്. ഈ ഒരു എലമെന്റിനെ ഇവിടെ കൊള്ളിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഈ ലൈനിൽ തന്നെ ഉണ്ട്, ഫുൾ നെയിമിന്റെ ലൈനിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്ത് വന്നില്ല? അതിന് താഴോട്ട് ചാടിയിട്ട് വന്നു. ഈ താഴോട്ട് ചാടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിവ് എലമെന്റ് ക്രിയേറ്റ് ചെയ്തില്ല. ഡിവ് എലമെന്റിനുള്ളിൽ ഈ ഡിവിനെ ഞാൻ കളഞ്ഞു. ഓക്കെ, ഡിവിനെ കളഞ്ഞിട്ട് നോക്കുകയാണ്. നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ഒരേ ഇതിലോട്ട് തന്നെ ചാടിയില്ലേ? അതായത് ഒരേ ലൈനിലോട്ട് തന്നെ എന്ത് വന്നു? ഫുൾ നെയിമും യൂസർ നെയിമും എല്ലാം വന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തുകൊണ്ടാണ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഫീൽഡ് ആയാലും ലാബൽ ടാഗ് ആയാലും ഇൻപുട്ട് ടാഗ് ആയാലും ഒക്കെ എന്താണ് ഇൻലൈൻ എലമെന്റ്സുകളാണ്. ഇൻലൈൻ എലമെന്റ്സ് ആകുമ്പോൾ നമുക്ക് എന്ത് വരും, അത് എല്ലാം കൂടി ഒരേ ലൈനിലായിട്ടായിരിക്കും വരുന്നുണ്ടാവാം. കാരണം എന്താണ്, അതിന് ആവശ്യമായിട്ടുള്ള സ്പേസസ് മാത്രമേ അത് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അതിനുശേഷമുള്ള സ്പേസസ് എന്ത് ചെയ്യും, അടുത്ത എലമെന്റിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ ഇതിനൊരു ബ്ലോക്ക് എലമെന്റ് ആക്കാം. ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ഇതൊരു എലമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ആ ഫുൾ ഇത്ര പോലെ സ്പേസ് എടുക്കുന്നുള്ളൂ അല്ലെ. ഈ ഒരു 6 ലെറ്റേഴ്സ് കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇതിന് ശരിക്കും ആവശ്യമുള്ളൂ. എങ്കിലും ഇതൊരു ബ്ലോക്ക് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ ഫുൾ വിഡ്ത്ത് എടുക്കുന്ന രീതിയിൽ, അതായത് സ്ക്രീനിന്റെ ഫുൾ വിഡ്ത്ത് എടുക്കുന്ന രീതിയിൽ, ഈ ഒരു ലെഫ്റ്റ് ടു റൈറ്റ് സ്ക്രീനിന്റെ ഫുൾ വിഡ്ത്ത് എത്രയാണോ അത്രയും എടുക്കുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക സ്പേസ് എടുക്കുന്നുണ്ടാവുക. അതിന് ഇത്രേ ആവശ്യമുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ഫോം ടാഗ് കണ്ടോ, ഫോം ടാഗ് h1 എന്താണ്, ഒരു ബ്ലോക്ക് എലമെന്റ് ആണ്. ആ ബ്ലോക്ക് എലമെന്റ് അതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോം ടാഗ് നമ്മളിവിടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഫോം ടാഗ് കൊടുത്ത് h1 കൊടുത്തതേ ഉള്ളൂ. എന്ത് ചെയ്തു, ബാക്കിയുള്ള അടുത്ത എലമെന്റ്സ് എന്ത് ചെയ്തു, താഴോട്ട് വന്നു. എന്തുകൊണ്ട് ഇവിടെ സ്പേസ് ഉണ്ടായിട്ട് ഇവിടെ വന്നില്ല, അതാണ് എന്ത് ബ്ലോക്ക് എലമെന്റ്. കാരണം എന്താണ്, ഇത് ബ്ലോക്ക് എലമെന്റ് അതിനെ കൊണ്ട് അതെന്ത് ചെയ്യും, ഇതിന് ഫുൾ വിഡ്ത്ത് എടുക്കും. ആ സ്ക്രീനിന്റെ സൈസ് എത്രയാണോ അത്രയും സ്പേസ് എന്ത് ചെയ്യും, അതിന് ആക്ച്വൽ സ്പേസിനേക്കാളും കൂടുതലായിട്ട് സ്പേസ് എടുത്തിട്ട് ഫുൾ സ്ക്രീനിന്റെ സ്പേസ് വിഡ്ത്ത് എടുത്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്പ്ലേ ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ലേബലും ഇൻപുട്ടും, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എന്ത് കൊടുക്കണം, ലേബലും ഇൻപുട്ടും അല്ലെ. ഈ രണ്ടെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലോക്ക് എലമെന്റിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലൈനിലോട്ട് ജമ്പ് ചെയ്യിക്കാൻ പറ്റും. ലൈൻ ബ്രേക്കോട് കൂടി ഷോ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു ഡിവിനുള്ളിലാക്കി. ഡിവ് എന്താണ്, ഒരു ബ്ലോക്ക് എലമെന്റ് ആയിരുന്നു അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടിനും എന്ത് ചെയ്തു, ഒരു രണ്ടിനും ഓരോ ഡിവിനുള്ളിലാക്കി. ആ ഡിവിനുള്ളിലാക്കിയപ്പോൾ കണ്ടോ, നെക്സ്റ്റ് ലൈനിലോട്ട് ചാടി ചെയ്ത്, കണ്ടില്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ബിആർ ടാഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് എടുത്തില്ലേ, ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ബിആർ ടാഗ് കൊടുത്തു, വേണ്ട ഫുൾ നെയിം യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ. അപ്പൊ ഇത് രണ്ടും എന്താണ്, ടെക്സ്റ്റുകളാണ് അല്ലെ. ടെക്സ്റ്റ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വാല്യൂസ്, ഇപ്പൊ ഞാൻ എന്റെ പേര് ടൈപ്പ് വേണ്ട ആദിൽ, അതുപോലെ ഇവിടെ അത് തന്നെ എന്താണ് ആദിൽ. നമ്മൾ എന്താണോ ടൈപ്പ്, നമുക്ക് ടെക്സ്റ്റുകൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, ജസ്റ്റ് സ്ട്രിങ്ങുകളൊക്കെ ആയിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടാഗ് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ലേബൽ ഫോർ, നമുക്ക് പാസ്വേഡ് കൊടുത്തു അല്ലെ. പാസ്വേഡ് കൊടുത്തു. ഇവിടെ ഒരു br കൊടുത്തു. ഇൻപുട്ട് ഫീൽഡ് ഇവിടെ കണ്ടില്ല, ടൈപ്പ് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് ആണ് നമുക്ക് വേണ്ടത്. പാസ്വേഡ് ആണ് ഒരു ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പാസ്വേഡ് ടൈപ്പ്, അതിന്റെ ഇൻപുട്ട് ടൈപ്പ് എന്താക്കി കൊടുക്കാം, പാസ്വേഡ് ആക്കി കൊടുക്കാം. പാസ്വേഡ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പലയിടത്തും അല്ലെ. എന്ത് കണ്ടിട്ടുണ്ടാവും, br ടാഗ് കൊടുക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പേസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ വരുന്ന മാറ്റം കണ്ടോ, ഞാൻ എൻ്റെ പേര് തന്നെ അടിക്കുന്നത് ADIL കണ്ടോ, ഞാൻ എൻ്റെ പേര് തന്നെ അടിക്കുന്നത്, എന്ത് അടിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും കണ്ടോ, പാസ്വേഡ് എങ്ങനെ നമുക്ക് ഹൈഡ് ആയിട്ടല്ലേ വരിക. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പാസ്വേഡ്സ് ഏത് രീതിയിൽ കാണിക്കണം, ഹൈഡ് ചെയ്തിട്ട് കാണിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാസ്വേഡ്സിന് അല്ല, അതിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് ഫീൽഡ് നമുക്ക് എന്ത് കൊടുക്കാം, ടൈപ്പ് ജസ്റ്റ് ഒന്ന് പാസ്വേഡ് ആക്കി കൊടുത്താൽ മതി. പാസ്വേഡ് ആക്കി കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, അതിന്റെ ഇൻപുട്ട് ഫീൽഡിൽ, പിന്നെ അതിൽ ആ ഫീൽഡിൽ നമ്മൾ എന്ത് വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഹൈഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പാസ്വേഡ് നോക്കി. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഫീൽഡിൽ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്. ഫയൽ എന്തിനാണ് അറിയാം, ജസ്റ്റ്
ലേബിള് ഞാൻ തൽക്കാലം ഇതിന് കൊടുക്കുന്നില്ല. ഓക്കെ, കാണിച്ചുതരാം. ഇൻപുട്ട് ടൈപ്പ് ഫയൽ ആക്കി കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, ഈ ഒരു ടാബ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ്, പലയിടത്തും കണ്ടിട്ടില്ല ഈ ഒരു ഫീൽഡ് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളൊക്കെ ചില ഫോംസിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചൂസ് ഫയൽ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫയൽസ് ഓപ്പൺ ആവും. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. കണ്ടോ, അത് അപ്ലോഡ് ആയി. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫോമിൽ ഫയൽസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഫയൽ നോക്കിയത് അതുപോലെ തന്നെയാണ്. ഇനി വേണ്ടത് ഒരു ഡിവിനുള്ളിൽ എന്ത് ചെയ്യാം? ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ബട്ടൺ. ഇതെന്താണെന്നറിയോ? ഇൻപുട്ട് റേഡിയോ ബട്ടൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം, കാണുമ്പോൾ മനസ്സിലാവും. റേഡിയോ ബട്ടൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഇപ്പം ജെൻഡർ ഉണ്ടാവും. ജെൻഡറിന്റെ കേസിൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഇപ്പോ ലാബിൽ ഞാൻ കൊടുത്തു ജെൻഡർ പറഞ്ഞിട്ട് 4, മറ്റേ ഇവിടെ എന്തൊരു മെയിൽ. നെയിം എന്ത് ചെയ്തു? ജെൻഡർ കൊടുത്തു. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? മെയിൽ മാത്രം മതിയോ നമുക്ക്? ജെൻഡർ എന്നുള്ള രീതിയിൽ മെയിൽ മാത്രം മതിയോ? പോരല്ലോ, നമുക്ക് എന്തുകൂടി വേണം? ഫീമെയിലും കൂടി വേണം അല്ലേ? ജെൻഡർ ഫീമെയിൽ. കണ്ടോ, ജെൻഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ജെൻഡർ കൊടുത്തു. ജസ്റ്റ് H6 ഒഴിവാക്കുന്നുണ്ട്. H6 സ്പാൻ കൊടുത്തു. സ്പാനിൽ നമ്മൾ എന്തെടുത്തു? ജെൻഡർ കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് PR ടാഗ് കൊടുത്തു. PR ടാഗ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായത്? ജെൻഡറിനത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജെൻഡർ ഉണ്ടോ? മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ? രണ്ടും കൂടി സെലക്ട് ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ബട്ടണിനെ നമ്മൾ എന്താ പറയാ? റേഡിയോ ബട്ടൺ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിനെ നമ്മൾ എന്താ പറയാ? റേഡിയോ ബട്ടൺ. ഏത് ജെൻഡറാണ്? നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ എന്ത് സെലക്ട് ചെയ്യാം? എത്രണ്ണം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ? ഓൺലി വൺ, ഒറ്റ ഒന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യാം. അപ്പോൾ റേഡിയോ ബട്ടൺസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇൻപുട്ട് ഫീൽഡിൽ ഇൻപുട്ടിന്റെ ടൈപ്പ് എന്താക്കി കൊടുത്താൽ മതി? റേഡിയോ എന്ന് പറഞ്ഞിട്ട് ആക്കി കൊടുത്താൽ മതി. റേഡിയോ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 2 റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിന്റെ നെയിം ഞാൻ ഒഴിവാക്കാം. 2 ഇൻപുട്ട് ഫീൽഡിന് 2 റേഡിയോ ബട്ടൺസിന്റെ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ജെൻഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. നെയിം ഒഴിവാക്കി. ഓക്കെ,
നെയിം ഒഴിവാക്കി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇത് മെയിലിൽ ക്ലിക്ക് ചെയ്തു, ഫീമെയിലിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പൊ രണ്ടും സെലക്ട് ആയില്ലേ? രണ്ടെണ്ണം സെലക്ട് ആവാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാളെന്നെ മെയിലും ഫീമെയിലും ഒരാൾക്ക് തന്നെ വരാൻ പറ്റുമോ? നമുക്ക് ഏതെങ്കിലും ഒന്നല്ലേ കൊടുക്കാൻ പാടുള്ളൂ, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള രീതിയിലല്ലേ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും കൂടി കൊടുക്കാൻ പാടില്ല. പക്ഷേ നേരത്തെ കൊടുത്തപ്പോൾ മര്യാദക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് അതിൽ നിന്ന് ഒഴിവാക്കി എന്ത് കൊടുത്തു? ഒഴിവാക്കിയിട്ട് കൊടുത്തു നോക്കിയപ്പോൾ രണ്ടും സെലക്ട് ആയി. ഇങ്ങനെ സെലക്ട് ആവാൻ പാടുണ്ടോ ശരിക്കും? ഇല്ല. അപ്പോ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് ടൈപ്പിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഈ രണ്ട് ഇൻപുട്ട് ഫീൽഡിനും ഒരേ പേര് കൊടുക്കണം. എത്ര ഓപ്ഷൻസ് ഉണ്ടോ, നമുക്ക് മെയിൽ ഒരു ഓപ്ഷൻ ആണ്, ഫീമെയിൽ ഒരു ഓപ്ഷൻ ആണ് അല്ലെ? ഈ രണ്ട് ഓപ്ഷൻസ് ഉള്ള ഇനി എത്ര ഓപ്ഷൻസ് ഉണ്ടെന്നില്ല, ആ ഓപ്ഷൻസിന് എല്ലാം എന്താണ്? ഒരേ പേര് തന്നെ കൊടുക്കണം. അതായത് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ ഒരേ വാല്യൂ തന്നെ കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ജെൻഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ വാല്യൂ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു? നെയിം ജെൻഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തു. ഓക്കെ, രണ്ടിനും ഞാൻ ഒരേ പേര് കൊടുത്തു. അപ്പൊ എന്നിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെയിൽ കൊടുത്തു, ഫീമെയിൽ കൊടുത്തു. അപ്പൊ വേണ്ട, ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഫീൽഡിൽ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് നമ്മൾ എന്ത് കൊടുക്കണം? രണ്ടും എത്ര ഓപ്ഷൻസ് ഉണ്ടോ എല്ലാ ഓപ്ഷൻസിനും എന്താക്കിയിട്ട് കൊടുക്കണം? ഒരേ നെയിം കൊടുക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഒറ്റ ഒന്ന് മാത്രം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റേഡിയോ ബട്ടൺസ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനും എന്ത് ചെയ്യുക? ജെൻഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ നെയിം കൊടുക്കാം. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും APC എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുത്തു. മാറ്റി കൊടുത്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ മെയിലും കൊടുത്തു, ഇവിടെ ഫീമെയിലും കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? രണ്ടും സെലക്ട് ആയി. തിരിഞ്ഞോ? മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? നെയിം കൊടുക്കാണ്ടിരിക്കാനും പാടില്ല, കൊടുക്കുന്നത് എന്ത് ചെയ്യலாம்? ഒരേ യുണീക്ക് നെയിം ആവുകയും വേണം. എന്ത് ചെയ്യാൻ പാടില്ല? ഡിഫറെന്റ് നെയിംസ് പലതിനും എല്ലാത്തിനും ഡിഫറെന്റ് നെയിംസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ വേറെ എന്ത് ചെയ്തു? ഒരു ഇതും കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതൊന്നും കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ ജെൻഡറിന്റെ പകരം എന്താക്കി ഇട്ട് കൊടുക്കാം? ജസ്റ്റ് ഒരു ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ജസ്റ്റ് എന്താണ് ഡ്യൂറേഷൻ? ഫുൾ ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് സംഭവിക്കണം? ഈ ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് സംഭവിക്കണം? ഇവിടെ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ. അതേപോലെ ഡ്യൂറേഷൻ എന്നുള്ളതിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ശരിക്കും എന്താ വേണ്ടത്? ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ ഒന്ന് എന്നുള്ള ഓപ്ഷൻ വരാൻ പാടുള്ളൂ. പിന്നെ എന്താണ്? ഡ്യൂറേഷനിലും നമുക്ക് എന്ത് പറ്റണം? ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. വേണ്ടേ? അപ്പൊ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിൽ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഈ നാലെണ്ണത്തിനും ഒരേ നെയിംസ് കൊടുത്തിട്ടുള്ളത്. ഈ ജെൻഡറും ഇതിന്റെ നെയിം എന്താണ്? ജെൻഡർ ആണ്. ഇതിന്റെ നെയിം ജെൻഡർ ആണ്. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് രണ്ട് ഹെഡിന് കീഴിൽ വരുന്ന രണ്ട് റേഡിയോ ബട്ടൺസ് ആണ്. ഇതൊരു ഗ്രൂപ്പാണ്, ഇത് വേറൊരു ഗ്രൂപ്പ് അല്ലേ? അപ്പൊ ഈ ഒരു ഗ്രൂപ്പിന് നമുക്ക് എന്ത് കൊടുക്കണം? വേറെ പേര് തന്നെ കൊടുക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ രീതിയിൽ വർക്കിംഗ് പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ അതിന്റെ പേര് മാറ്റി കൊടുത്തു. ജസ്റ്റ് ഒന്നിന് മാത്രം മാറ്റി കൊടുത്തു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നിന് മാത്രം മാറ്റി കൊടുത്തു. ഇപ്പൊ മെയിലും ഫീമെയിലും സെലക്ട് ആകുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫുൾ ഡേ സെലക്ട് ചെയ്തു. ഫുൾ ഡേ സെലക്ട് ചെയ്തപ്പോൾ അത് രണ്ടും കൂടി പറ്റിയല്ലോ. പക്ഷെ ഹാഫ് ഡേ സെലക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇത് പോയി. കാരണം എന്താ? ഈ മൂന്നെണ്ണത്തിനും മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അതുപോലെ ഹാഫ് ഡേ, ഈ മൂന്നെണ്ണത്തിനും എന്താണ്? ഒരേ പേര്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും ഇപ്പൊ എന്തായിട്ട് എടുത്തു? ഒരേ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ്? എല്ലാത്തിനും ഈ മൂന്നെണ്ണത്തിനും ഒരേ പേരായതിനെ കൊണ്ടാണ്.
നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ പേരെല്ലാം അവിടെ കൊടുക്കണ്ടേ. നമുക്ക് ഏത് പേര് കൊടുക്കണം, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുക്കണം. എങ്കിലല്ലേ ഈ റേഡിയോ ബട്ടണും ഈ ഒരു റേഡിയോ ബട്ടണും ഒരേ ഗ്രൂപ്പായിട്ട് എടുക്കുള്ളൂ. അപ്പൊ അതെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു പേര് കൊടുത്തു. ഓക്കെ, രണ്ടിനും എന്ത് ചെയ്തു, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തു, രണ്ട് റേഡിയോ ബട്ടണും. അപ്പോൾ ഇവിടെ മെയിൽ ഫീമെയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ സെലക്ട് ആവും. ഇവിടെ ആണെങ്കിലോ ഡ്യൂറേഷൻ ആണെങ്കിലോ ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഇവിടെയും സെലക്ട് ആവും. രണ്ടും ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂലേ, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചില കേസസ് ഉണ്ട്, നമുക്ക് എന്താണ് ഇവിടെ ഇത് 2 എണ്ണം 3 എണ്ണം ഒക്കെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരും ചില കേസസ്. അങ്ങനത്തെ കാര്യം, ആ ഒരു സംഭവം എങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഞാൻ കാണിച്ചാൽ മനസ്സിലാവും. എന്ത് ഞാൻ ഇതിനുള്ളിൽ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്തു, സ്പാനിൽ കൊടുക്കാം. സ്പാനില് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തു. കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തു. അതിൽ എന്ത് കൊടുത്തു, ഒരു ലേബല് HTML, അതില് ഇൻപുട്ട് ടെക്സ്റ്റ് അല്ല, ഇവിടെ നമുക്ക് എന്താക്കണം, റേഡിയോ ബട്ടൺസ് അല്ല ആ ഒരു കേസിൽ നമ്മൾ കൊടുക്കുക. എന്താ കൊടുക്കുക, ചെക്ക് ബോക്സ്. എന്താണ് ചെക്ക് ബോക്സ് കൊടുക്കുക. അപ്പോൾ ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തത് എന്താണ്, ലാബില് ഇവിടെ HTML അതുപോലെ CSS എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് ഫീൽഡ് കൊടുക്കുക, ചെക്ക് ബോക്സ്, ലേബലില് ജാവാസ്ക്രിപ്റ്റ് കേട്ടോ. ഓക്കെ, ഇൻപുട്ട് ഫീൽഡില് ചെക്ക് ബോക്സ് കൊടുത്തു. ഇപ്പൊ വന്നത് കണ്ടോ, കണ്ടോ, കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ഇതിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, HTML വേണം, CSS വേണം, ജാവാസ്ക്രിപ്റ്റും വേണം. 3 കോഴ്സസ് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ അതിന് 3നെ കുറിച്ച് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻക്വയറി ചെയ്യണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, റേഡിയോ ബട്ടൺസ് എല്ലാം കൊടുക്കുക. അവിടെ നമ്മൾ എന്ത് ചെക്ക് ബോക്സസ് കൊടുക്കുക. എന്താണ് ചെക്ക് ബോക്സസ്. ചെക്ക് ബോക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ വരണം, അല്ലെങ്കിൽ ഇൻപുട്ട് ഫീൽഡ് ഇവിടെ നമ്മൾ HTML സെലക്ട് ചെയ്തല്ലോ, HTML ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വാല്യൂ വരണം. ഇപ്പോൾ ഈ ഫസ്റ്റിലുള്ള ഇൻപുട്ട് ഫീൽഡ്, ഫസ്റ്റിലുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്താവണം, HTML ആണ് ഓൺ സെലക്ട് ചെയ്തത്, യൂസർ സെലക്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ. അതിനെന്ത് ചെയ്യണം, ഈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ ആ ഇൻപുട്ട് ഫീൽഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വരേണ്ടത്, ആ വാല്യൂ എന്ത് കൊടുക്കുക, അത് വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു HTML അല്ല, HTML ശേഷമുള്ള ചെക്ക് ബോക്സ് ഞാൻ ടിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരണം, എനിക്ക് ആ ആൾക്ക് അല്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്ക് എന്തുണ്ട്, HTML എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഫോം ക്രിയേറ്റ് ചെയ്ത ആൾക്ക് മനസ്സിലാവണ്ടേ എന്ത് ഈ HTML ആണ് സെലക്ട് ചെയ്തത് എന്നുള്ളത്. അത് മനസ്സിലാവാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല ഇതും തമ്മിൽ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇൻപുട്ട് ഫീൽഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വാല്യൂ കാണിക്കണം എന്നുള്ളത്. അതിനാണ് ഈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്ത് കൊടുക്കും, HTML എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്തായിട്ട് കാണിക്കും, HTML എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി കാണിക്കും. ഓക്കെ, ഇവിടെ അതുപോലെ വാല്യൂ രണ്ടാമത്തെ എന്താണ്, CSS അല്ലേ, CSS എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, CSS എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. മൂന്നാമത്തത് എന്ത് ചെയ്തു, വാല്യൂ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3 എന്താണ്, 3 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 3 സെലക്റ്റഡ് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കാണിക്കും, നമുക്ക് ഈ ഫോമിൽ ഇൻപുട്ട് ആയിട്ട് വരും. ഓക്കെ, ഈ ഫോം ക്രിയേറ്റ് ചെയ്ത ആൾക്ക് അത് കിട്ടും. എങ്ങനെ അത് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിലുള്ള വാല്യൂ ആണ്, അതിൽ നമ്മൾ കൊടുക്കുന്ന ഈ ജാവാസ്ക്രിപ്റ്റ്, ഈ വാല്യൂ ആണ് നമുക്ക് ഈ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക്
ഇൻപുട്ട് കിട്ടുക എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, CSS എന്ന് പറയുന്നുള്ള ഈ ഒരു വാല്യൂ, ഈ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ്, ഈ ഇൻപുട്ട് ഫീൽഡിൽ യൂസർ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ടിൽ എന്ത് കിട്ടും, CSS ആള് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂവിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് അതിൽ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇൻപുട്ട് ഡാറ്റ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരുവിധം നമുക്ക് അതുപോലെ തന്നെ ഇനി ഒരു സംഭവം വരാറില്ല, നമ്മൾ പലയിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു കേസസ് ഒന്നുകൂടി കാണിച്ചു തരാം. അത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ എന്താണെന്ന് അറിയില്ല, അതറിയാത്തൊരു കുറവായിരിക്കും, എങ്കിലും പറഞ്ഞുതരാം. എന്താണ് ഡ്രോപ്പ് ഡൗൺ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിനുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഓപ്ഷൻസ്, എന്താണ് ഓപ്ഷൻ എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഡ്രോപ്പ് ഡൗൺ ഈ കോഴ്സസ് ചെക്ക് ബോക്സസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. എന്തൊക്കെയാ, HTML, ഓക്കെ, ഓപ്ഷൻ, CSS, ജാവാസ്ക്രിപ്റ്റ്. ഈ മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഡ്രോപ്പ് ഡൗൺ ബട്ടൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് HTML സെലക്ടഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ബട്ടണിൽ. ഇതിന് കണ്ട ഒരു ആരോ മാർക്ക്, ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ കാണിച്ചു തരും. എത്ര എലമെന്റ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഏതാണ് സെലക്ട് ചെയ്തത് അതിൽ ജാവാസ്ക്രിപ്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഇല്ലേ, ഈ ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്താണോ കോഡിൽ കൊടുക്കുന്നത് അതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ആയിട്ട് കിട്ടുക. മനസ്സിലായോ? ഈ ജാവാസ്ക്രിപ്റ്റ് ആണ് നമുക്ക് ഇവിടെ ബട്ടണിൽ ഇവിടെ ഷോ ചെയ്യിപ്പിക്കുന്നത്. CSS HTML എന്നൊക്കെ പറഞ്ഞ് ഷോ ചെയ്യിപ്പിക്കുന്നത് ഏതാണ്, HTML എന്ന് പറഞ്ഞ സംഭവമാണ്, അല്ലെങ്കിൽ CSS ജാവാസ്ക്രിപ്റ്റ് ഈ ഒരു സംഭവമാണ്. ഇത് സെലക്ട് ചെയ്തു എന്നറിയാം. ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇൻപുട്ട് ആയിട്ട് എന്ത് കിട്ടണം, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടണ്ടേ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യാം, എന്ത് കൊടുക്കുക, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, എങ്കിലേ ഈ യൂസർ സെലക്ട് ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കണം, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇവിടെ അത് കൊടുക്കുമ്പോൾ മാറാനും പാടില്ല. ഇതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഡ്രോപ്പ് ഡൗൺസിന്റെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല, ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസുകൾ ആഡ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പകരം ബൂട്ട്സ്ട്രാപ്പ് കൂടി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ, അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഡൗൺ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാലി സ്പേസ് ഉണ്ടല്ലേ, ഇവിടെ എന്തുകൊണ്ടാ ടെക്സ്റ്റ് ഒന്നും വന്നില്ല, വരാത്ത എന്തുകൊണ്ടാ, നമ്മളിവിടെ ടെക്സ്റ്റ് കൊടുത്തില്ല. ഓപ്ഷൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം, ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഷോ ചെയ്യിപ്പിക്കണ്ട, ബൂട്ട്സ്ട്രാപ്പ് വന്നില്ലേ. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വാല്യൂ എന്നുള്ളതിന് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് കിട്ടൂല, വാല്യൂസ് നമുക്ക് കിട്ടിപ്പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡ്രോപ്പ് ഡൗൺ. അതുപോലെ ഇതാണ് എന്ത്, ചെക്ക് ബോക്സ്. അതുപോലെ ഇത് എന്താണ്, റേഡിയോ ബട്ടൺ. ഇത് രണ്ടും റേഡിയോ ബട്ടൺസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒത്തിരി ഇൻപുട്ട് ഫീൽഡ്സുകൾ നമ്മൾ ഒരു ഫോമിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ എപ്പിസോഡിൽ ഷോർട്ടായിട്ട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവാം. മേ ബി എവിടെ വാല്യൂസ് എങ്ങനെ കിട്ടുന്നു, ഒരു റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ എങ്ങനെ സെലക്ട് ആവുന്നത്, ഏതാണ് ക്ലിക്ക് ചെയ്തത് മനസ്സിലായിട്ടില്ല, എങ്ങനെ അത് മനസ്സിലാവുക. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ഡൗട്ട്സുകളൊക്കെ മേ ബി ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം.
പിന്നെ എന്ത് ചെയ്യുക, ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഇൻപുട്ട് ഫീൽഡ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഫീൽഡ്സുകളൊക്കെ എങ്ങനെ കൊടുക്കാം, എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളത്, എങ്ങനെ ചെയ്യാം എന്നുള്ളത്, ഇതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പരിചയപ്പെടാം. പിന്നെ ഒന്ന് രണ്ട് ആട്രിബ്യൂട്ട്സുകൾ പറയാനുണ്ട്, ഞാൻ മറന്നു കിട്ടും. ഓക്കെ, അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇൻപുട്ട് ഫീൽഡ്. ഇപ്പോൾ ഇവിടെ ഈ ഇൻപുട്ട് ഫീൽഡിൽ നമുക്ക് ഇവിടെ ചിലവർക്ക് കാണൂലേ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ പേജ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോഗിൻ പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. ഇത് കണ്ടോ, ഫോൺ നമ്പർ, യൂസർ നെയിം ഓർ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ഇവിടെ കൊടുത്തിട്ടില്ലേ. അതേപോലെ പാസ്വേഡ്. ഇതിന്റെ പുറത്ത് ലേബലായിട്ടല്ലല്ലോ ഇവർ കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ഇൻപുട്ട് ഫീൽഡിന് അകത്ത് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ചിലത് എന്ത് ചെയ്താൽ ഹൈഡ് ആയി പോകും, അല്ലാന്നുണ്ടെങ്കിൽ ചിലത് എന്ത് ചെയ്തതുപോലെ ചെറുതായിട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഫുൾ നെയിമിനെ എന്ത് ചെയ്യുക, ഇതിനുള്ളിൽ കൊടുക്കാൻ പറ്റുമോ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഫീൽഡിൽ എന്ത് ചെയ്യുക, പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനെന്ത് ചെയ്യാം, നമുക്ക് എന്താണോ ഷോ ചെയ്യിപ്പിക്കേണ്ടത് അത് നമുക്ക് എന്ത് കൊടുത്താൽ മതി, വാല്യൂ ആക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, ഫുൾ നെയിം. ഇപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്തു, ടെക്സ്റ്റ് അടിക്കുമ്പോൾ എന്തായി, പോയില്ലേ. കണ്ടോ, ഈ ഫുൾ നെയിം എന്നുള്ളത് എന്ത് ചെയ്യും, നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ലാബിൽ നമ്മൾ പോലും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ലാബിൽ ഞാൻ ഒഴിവാക്കി. ഈ ഫീൽഡിൽ എന്താണ് നമുക്ക് സ്പെല്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് യൂസറിന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് വെറുതെ ഒരു ഡമ്മി ടെക്സ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഇതിലൊരു വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അത് ഹൈഡ് ആയി പോകും. പിന്നെ ബാക്ക് സ്പേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഫില്ലാവും. ഇപ്പോൾ വേറൊരു ഇൻപുട്ടിൽ ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ്, div ഇൻപുട്ടിൽ ടൈപ്പ് സബ്മിറ്റ് ഉണ്ട്. സബ്മിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ കണക്കിന് വർക്ക് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഒരു ബട്ടൺ ടൈപ്പ് സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവില്ലേ, ഇവിടെ അല്ലേ ഒരു ഫോം സബ്മിറ്റ് ബട്ടൺ, ലോഗിൻ ബട്ടൺ. ഈ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഇത്. അതുപോലെ നമുക്ക് നമ്മളുടെ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ വേണ്ട, അതാണ് ഈ ഒരു ബട്ടൺ. അതെങ്ങനെ ഈ രൂപത്തിലാക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അത് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്, നമുക്ക് ചെയ്യാം. CSS പഠിക്കാനുണ്ട് അതിൽ. ഇതിപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫോമിലുള്ള വാല്യൂസ് എല്ലാം എവിടെ പോകും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ URL ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ റിഫ്രഷ് URL ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, URL ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ IP അഡ്രസ് tuto3.html എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എൻ്റെ പേര് കൊടുത്തു, ആദിൽ, യൂസർ നെയിം ആദിൽ @123, പാസ്വേഡ് 123, ആദ്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, ഓരോന്ന് രണ്ടെണ്ണം വീതം സെലക്ട് ചെയ്തു, ഡ്രോപ്പ് ഡൗണിൽ ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തു, സബ്മിറ്റ് ഞാൻ ചെയ്യാണ്. ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റകളൊക്കെ എവിടെ നമുക്ക് കിട്ടണം, നമുക്ക് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഫസ്റ്റ് നെയിം എന്നുള്ളത് എഫ് നെയിം ആദിൽ ആൻഡ് യൂസർ നെയിം ആദിൽ @123 എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് എൻക്രിപ്റ്റഡ് ഫോം ആണ് ഈ സംഭവം കാണുന്നത്. അതുപോലെ ജെൻഡർ ഏതാണ്, വാല്യൂ റോഷന് ഓൺ. ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഫുള്ളി കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ലെങ്ത് കൂടുതലാണ്, നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് മനസ്സിലാക്കാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം. ഈ ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, URL ത്രൂ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, URL ത്രൂ പാസ്സായി. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അതിന് ശേഷം കണ്ടോ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അത് അതിൽ വന്ന് നെയിം എന്തായി, നെയിം ഈക്വൽ ടു ആദിൽ ആൻഡ് യൂസർ നെയിം ഈക്വൽ ടു ആദിൽ @123 കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എൻക്രിപ്റ്റഡ് ഫോമാണ്, അത് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊണ്ടുള്ള യൂസേജ് ആണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഫോമിനുള്ളിൽ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഫോമിലുള്ള ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യും URL-ലോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേറൊരു സംഭവം കൂടി ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് രണ്ട് ബട്ടൺസ് ആയി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, റീസെറ്റ് എന്ത് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഓക്കെ, ചെയ്തു റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കണ്ടോ, ഈ ഫോമിലുള്ള എല്ലാ വാല്യൂസും എവിടെ പോയി. റീസെറ്റ് ബട്ടൺ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഫോം എല്ലാം ക്ലിയർ ആയി. മനസ്സിലായോ? അപ്പോൾ ഒരു ഫോം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ട് ഫീൽഡ് ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോം ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോമിലെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ലിങ്കിലോട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യാം, അടുത്ത പേജിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഡാറ്റകൾ URL നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എലമെന്റ്സുകൾ അല്ലെങ്കിൽ ടാഗ്സുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.